ഹായ് മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ വീണ്ടും റാന്നി നോക്കോട്ടോ നമ്മുടെ ഷാജിൻ്റെ അടുത്ത്. ഷാജിട്ടാ നമസ്കാരം. നമസ്കാരം ദീപു. കുറച്ച് നാളായിട്ട് അല്ലേ വണ്ടികളിപ്പോൾ ഇതേ നമ്മുടെ പജീറോ 4x4, ഫോർച്യൂണർ 4x4, പജീറോ വേറെ ഉണ്ടല്ലോ നമുക്ക്. പജീറോ വേറെ 2 വണ്ടി കിടപ്പുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇപ്പോൾ കുറേ പേര് എൻക്വയറി ഉണ്ട്, പജീറോ നല്ല വണ്ടി കുറഞ്ഞ വിലക്കിട്ടാണോ ചോദിച്ചുകൊണ്ട്. ഇത് 2011 വണ്ടിയാണ്. 11 വണ്ടിയല്ലേ? 11 വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി, കേരള നമ്പറാക്കിയ വണ്ടിയാണ്. കേരള നമ്പറായ വണ്ടിയാണ്. ഇത് ഗുജറാത്തിൽ നിന്ന് ഒരു മലയാളി ഉപയോഗിച്ചുകൊണ്ട് നടന്ന വണ്ടിയാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. 1,26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 126. അതുപോലെ ഓണർഷിപ്പ് 3ാമത്തെ ഓണർ, കേരളത്തിലെ ആദ്യത്തെ ഓണർ അല്ലേ? വണ്ടിയിൽ മേജർ തട്ടമുട്ട ആക്സിഡന്റ് അങ്ങനെ കമ്പനി പെയിന്റ് ആണ്. ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് കോണാണല്ലോ. കമ്പനി പേരോട് നിൽക്കുന്നത് നീറ്റ് വണ്ടിയല്ലേ? ഒറിജിനൽ പെയിന്റ് നിൽക്കുന്നത് അല്ലെ? വണ്ടിക്ക് വേറെ സസ്പെൻഷൻ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി, 100%. എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ നല്ല നീറ്റ് വണ്ടിയാണ്. ടയറൊക്കെ ആണെങ്കിലും എല്ലാം പുത്തൻ ടയറാ അല്ലേ? അപ്പൊ നമ്മൾ ഈ വണ്ടി കൊണ്ട് എന്തൊക്കെ ചെയ്തേക്കുന്ന വണ്ടിക്കകത്ത്? നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നും സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത്. ബാക്കി എല്ലാം ബൈ റോഡ് വഴി ഓടി വരുന്ന വണ്ടികളാണ് നമ്മുടെ വണ്ടി. എല്ലാം അങ്ങനെയല്ലേ? ഞങ്ങൾ ട്രക്കയില കൊണ്ടുവരുന്ന പരിപാടിയില്ല, ബൈ റോഡ് വഴി 2000-2600 കിലോമീറ്റർ ഓടി വരുന്ന വണ്ടികളാണ്. ഈ വണ്ടിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് എടുത്തോ, 11 കിലോമീറ്റർ മൈലേജ് ഇല്ലെങ്കിൽ വണ്ടി ഞാൻ തിരിച്ചെടുത്തോളാം. SFX-ന് 11 കിലോമീറ്റർ. പിന്നെ 5ാമത്തെ ഗിയറിൽ പോകണം, ഫസ്റ്റിൽ തന്നെ പോയാൽ കിട്ടത്തില്ല കേട്ടോ. എല്ലാ ഗിയറും മാറി നോർമലായിട്ട് ഓടിക്കുന്ന രീതിയിലാണ് 11 കിലോമീറ്റർ കിട്ടും അല്ലേ? എല്ലാവരും 8-9 ചുമ്മാ വണ്ടിയെ പറ്റി അറിയാൻ വയ്യാത്ത വണ്ടി ചലഞ്ച് ചെയ്ത് ഓടിച്ചു കാണിക്കാം. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഈ വണ്ടി ഓടിച്ചു. അടുത്ത 100 കിലോമീറ്റർ ഓടിക്കുമ്പോൾ അറിയാം എത്ര ലിറ്റർ ഡീസൽ ആയെന്നങ്ങനെ. എനിക്ക് ഫോർച്യൂണർ 14 കിലോമീറ്റർ വരെ കിട്ടുന്ന ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ആദ്യം കട്ടപ്പന കൊടുത്ത വണ്ടി കുന്നേൽക്കാർക്കാണ്, കുന്നേൽ ബസ് സർവീസ് ഒക്കെ ഉള്ളവർക്കാണ് കൊടുത്തേക്കുന്നത്. 2009 വണ്ടി, 13-14 കിലോമീറ്റർ മൈലേജ് ആകുന്നത്. ഈ വണ്ടിക്ക് ഇന്നലെ പണി പെൻഡിങ് ഉണ്ടോ? ഇപ്പൊ 100 രൂപയുടെ പോലും പണി പെൻഡിങ് പണിയില്ല. ഡീസൽ അടിക്കണം, ഓടണം, വേറെ ഒരു സർവീസ് എല്ലാ സർവീസും എല്ലാം ഞങ്ങളുടെ കാര്യത്തിന് എല്ലാം ചെക്കപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഗ്യാരണ്ടി വണ്ടിയാണ്. ഗ്യാരണ്ടി വണ്ടിയാണ്. ഓക്കെ. ബോഡിയിലൊക്കെ പക്കയാട്ടോ. ഈ പെയിന്റ് ഒക്കെ ഒറിജിനൽ പെയിന്റ് കമ്പനി പെയിന്റ് നിൽക്കുന്ന വണ്ടിയാണ്. ഒറിജിനൽ പെയിന്റ് പോളിഷ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ടച്ചപ്പ് ചെയ്യണം. ഞാൻ ഇവിടെയൊക്കെ ചെറിയ സിൽവറിന്റെ ചെറിയ ഇതൊക്കെ ഉണ്ട്. സ്റ്റെപ്പിന് കവർ വരുന്നുണ്ട്. ടൂൾ കിറ്റ് പുറകിലിരിപ്പുണ്ട്. ടൂൾ കിറ്റ് ഉള്ള വണ്ടിയല്ലേ? മിക്ക വജീറുകളിലും ഈ ക്യാപ്പ് കാണാൻ പറ്റില്ല കേട്ടോ. ഏത് വണ്ടി നോക്കി ഇതൊക്കെ ക്യാപ്പൊക്കെ വരുന്നുണ്ട്. ടൂൾ ബോക്സ് വരുന്നുണ്ടല്ലേ? അടിപൊളി ടൂൾസ് ഒക്കെ കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ടൂൾസും ഉണ്ട്. ടോർച്ച് മിസ്സിംഗ് ആണ്. വേറെ വാങ്ങിയും കിട്ടും കേട്ടോ. ഇതൊക്കെ ഉണ്ട് ലുക്ക് വന്നേക്കുന്നത്. ഈ ഭാഗമെല്ലാം നോക്കി വേറെ ചളക്കോ തട്ടോ മുട്ടോ ബോഡി ലൈനൊക്കെ പക്കയല്ല ഷായിച്ചോ? 100% ബോഡി ലൈൻ, ഗ്ലാസുകളൊന്നും മാറിയിട്ടില്ല, എല്ലാം ഒറിജിനൽ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ബാക്കിയെല്ലാം ഗ്ലാസ് ഒറിജിനൽ കേട്ടോ. ഗ്രില്ലൊക്കെ ഒറിജിനൽ ഗ്രില്ലല്ലോ, വണ്ടി ഇറങ്ങിയപ്പോൾ ഗ്രില്ലാണ്. എക്സ്റ്റീരിയർ വേറെ പണിയൊന്നുമില്ല. ഈ ഇതൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കൂലേ? ഇന്റീരിയറിലേക്ക് പോയാലും ഒറിജിനൽ സീറ്റ് കവർ അല്ല വണ്ടി വന്നേക്കുന്നത്. കമ്പനി ലെതർ സീറ്റ് ആണ്. ഡോർപ്പാണല്ലോ നോക്കി, ഇതൊക്കെ കമ്പനിയിൽ വരുന്ന ലെതറിന്റെ ഫിനിഷ അതൊന്നും മാറിയില്ല. സ്റ്റിക്കറൊക്കെ അങ്ങനെ നിൽപ്പുണ്ട് കണ്ടോ, നീറ്റാട്ടോ. അതുപോലെ റൂഫും ഉണ്ടോ? റൂഫാണെങ്കിലും പക്കയാട്ടോ, അടിപൊളി. സെക്കൻഡ് റോ കാണിച്ചു തരാം. നീറ്റ് വണ്ടി, ഇൻറ്റീരിയർ ഒന്നും പറയാനില്ല കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം, അത് രജിസ്റ്റർ ചെയ്യാം. അതിന് മുമ്പ് വണ്ടി ഡാഷൊക്കെ നോക്കി പക്കയാട്ടോ, നീറ്റ് ഡാഷാണ് കണ്ടോ. വേറെ ഒരു വിഷയങ്ങളോ അല്ലെങ്കിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല കണ്ടോ, നീറ്റ്. അതൊരു AC വെൻ്റൊക്കെ ആണെങ്കിലും മൊത്തമുണ്ട്. ഈ AC വെൻ്റ് കിട്ടാൻ കുറച്ച് പോകാം കേട്ടോ. കാരണം നമ്മുടെ വണ്ടിക്ക് ഞാൻ കുറേ തപ്പി നോക്കിയായിരുന്നു. AC വെൻ്റ് 6000-7000 വില, അതും ഡ്യൂപ്ലിക്കേറ്റിന്. ഇതിൽ AC വെൻ്റൊക്കെ മൊത്തം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടാക്കി നോക്കാം വണ്ടി. അടിപൊളി. വാണിംഗ് എല്ലാം ഓഫായിട്ടുണ്ട് വണ്ടിക്കകത്ത്. അതുപോലെ മീറ്ററെല്ലാം വർക്കിംഗ് കേട്ടോ. ടൈമുണ്ട്, അതുപോലെ ടെമ്പറേച്ചർ ഓക്കെ. ഒരു സ്റ്റീരിയോ വേറെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് AC ഇട്ട് നോക്കാം. AC ഒക്കെ ആണെങ്കിലും പക്ക വർക്കിംഗ് കേട്ടോ, നല്ല കൂളിംഗ് ഉണ്ട്. ഇനി ബാക്കിൽ AC വർക്കിംഗ് ആണെന്ന് നോക്കാം. അടിപൊളി, പക്ക വർക്കിംഗ് കേട്ടോ, നല്ല കൂളിംഗ് ഉണ്ട്. അതുപോലെ കിലോമീറ്റർ നോക്കി 1,12,202. പവർ വിൻഡോ അടിപൊളി, പക്ക കേട്ടോ. സാറേ പജൂറൊക്കെ എല്ലാം പവർ വിൻഡോയ്ക്ക് ചെറിയ എന്തെങ്കിലും വിഷയം കാണാം. പവർ വിൻഡോ എല്ലാം പക്കയായിട്ട് വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അടിപൊളി. അതുപോലെ 4x4 വാണിങ്
ജസ്റ്റ് ഗിയറോടെ ഒന്ന് മാറിയിട്ട് നോക്കാം. കണ്ടോ, സെലക്ടർ എല്ലാം മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ അകത്തെ കാഴ്ചകൾ. ഇത് നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. എഞ്ചിൻ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി, ഓയിലിലേക്ക് ഒരു തുള്ളി പോലും ഇല്ല. ഇത് കംപ്ലീറ്റ് ഒറിജിനാലിറ്റി ഇരിക്കുന്നുണ്ട്. തട്ടമുട്ട ആക്സിഡന്റ് ഒന്നും വേണ്ട. സ്റ്റിക്കറുകൾ കണ്ടോ, അത് അകത്തെ പാനലിങ് നീറ്റ് സംഗതി. നേരെ തട്ടമുട്ടി ഒന്നും വന്നില്ല വണ്ടി. ഒരു ആക്സിഡന്റ് നിങ്ങൾ എവിടെ കൊണ്ട് കാണിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഇരട്ടി പൈസ വന്നിട്ട് കൊണ്ട് തിരിച്ചെടുത്തു. അല്ലേ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, അടിപൊളി. ഷാജർ, അപ്പോൾ ഈ പജറോ എന്നാ വില കൊടുക്കും? ഇത് 9 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക് ഫൈനലാണോ? ഫൈനൽ. ഇത് ഗുജറാത്ത് റീ വണ്ടിയാണ്, ഇവിടെ നമ്പർ ആയ വണ്ടിയാണ്. ഇതിനൊക്കെ ഫിനാൻസ് കയറുമോ? ഇതിനൊക്കെ ഒരു 5 രൂപ വരെ ഫൈനാൻസ് നമുക്ക് കിട്ടും. പാർട്ടിയെ നോക്കിയാ കൊടുക്കുന്നത് കേട്ടോ. വണ്ടിക്ക് നമ്മളിത് ഇതിനു മുമ്പ് കൊടുത്തൊരു വണ്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ചാലക്കുടി കൊടുത്ത വണ്ടി. പജറോയ്ക്ക് 4 രൂപ ഫൈനാൻസ് കിട്ടും. കസ്റ്റമറെ നോക്കിയാണ് കൊടുക്കുന്നത്. സിവിൽ നോക്കി 9 രൂപ അല്ലേ? 9 ലക്ഷം. 9 ലക്ഷം രൂപ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ദീപുവിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരുന്നവർക്ക് അതിന്റെ അനുസരിച്ച് ചെയ്തു കൊടുക്കും. ഓക്കെ, നമ്മുടെ മറ്റേ ഫോർച്യൂണർ 7,000 രൂപയ്ക്കല്ലേ? അടിപൊളി. ഷാജർ, ഫോർച്യൂണർ മോഡൽ ഏതാ? ഇത് 2011 ലാസ്റ്റ് 11 വണ്ടിയല്ലേ? ലാസ്റ്റ് വണ്ടിയല്ലേ? ഓക്കെ, കിറ്റൊക്കെ നമ്മൾ തന്നെ മാറി വെച്ചേക്കുന്നല്ലേ? നമ്മൾ ടൈപ്പ് 2 നമ്മുടെ കാര്യത്തിൽ തന്നെ ചെയ്യുന്നത്. എന്നാ പക്കയാ നോക്കി, ഞാൻ വന്നപ്പോൾ നോക്കിയതാ വണ്ടിയുടെ ആ ഒരു ഫിനിഷിങ് കണ്ടോ, നൈസ് ആട്ടോ, അടിപൊളി. ഈ കിറ്റ് എത്ര രൂപ ചേട്ടാ ഏകദേശം? കിറ്റ് നമ്മൾ തൊടുപുഴ രാജ ഓട്ടോമൊബൈൽസ് മേടിച്ചിരിക്കുക 1.5 ലക്ഷം രൂപയാവും. 1.5 ആവൂലേ മൊത്തം ചെയ്ത് വരുമ്പോഴത്തേക്കും അല്ലേ? ബൈക്ക് ഫ്രണ്ടും എല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും അല്ലേ? ഓക്കെ, അത് പക്കയാട്ടോ. ഈ വണ്ടി കിലോമീറ്റർ എത്രയായി? ഇത് 1.55 ഓടി. 1.55 ജെനുവിൻ കിലോമീറ്ററാ? ജെനുവിൻ ആണോ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ടൊയോട്ട വണ്ടിയാ, 7 ലക്ഷം കിലോമീറ്റർ ഗ്യാരണ്ടി കൊടുക്കും. വണ്ടി ഗ്യാരണ്ടിയാ? ഗ്യാരണ്ടി കൊടുക്കുക, ടൊയോട്ടയുടെ വണ്ടിയാണ്. അതുപോലെ വണ്ടിക്ക് മേജർ തട്ടമുട്ട ഒരു ആക്സിഡന്റും ഇല്ല. ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത്. ഫ്രണ്ട് ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്, അകത്ത് നോക്കിയാൽ കാണാം. ഇത് ഒറിജിനൽ ഗ്ലാസ് ആണ്? ഒറിജിനൽ ഗ്ലാസ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഗ്ലാസ് എങ്ങനെയാ ഒറിജിനൽ പൊട്ടുന്നതെന്ന്. അകത്തെ കയറി നോക്കിയാൽ ചെറിയൊരു വര പോലെ, ചെറിയ വര മേളീന്ന്. ആ ഓക്കെ, ഇതല്ലേ അകത്ത് നിന്ന് കയറുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാം. കാണിച്ചു കൊടുത്തേക്കാം. ആ ഓക്കെ ഓക്കെ, ഈ കാണുന്ന വരാം അല്ലേ? ഇത് ഇവിടെ നിന്നുള്ള പൊട്ടലല്ലേ? ഇതുണ്ടോ? അത് ഗ്ലാസ് വേണേ ഗ്ലാസ് മാറിക്കൊടുക്കാം. ഗ്ലാസ് മാറാൻ 15,000 രൂപ ആവും. എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ വണ്ടി ഗ്ലാസ് തന്നെ പൊട്ടുന്നു. തന്നെ കണ്ടില്ലേ? ഇങ്ങനെ പൊട്ടുന്നത് ഒറിജിനൽ ഗ്ലാസ് കിടക്കുന്നത്. ഓ, നീറ്റ് വണ്ടിയാണല്ലോ ഇത്. ഇന്ത്യയിലേക്ക് ഞാൻ പറയാം കേട്ടോ, അപ്പോൾ അതിന് മുമ്പ് ബാക്കിയെല്ലാം പറയാം. ഈ വണ്ടിയുടെ ഓണർഷിപ്പ് എത്രയാ? ഇത് 3ാമത്തെ ഓണറാണ്. നമ്മൾ തേർഡ് ഓണർ അല്ലേ? നമ്മൾ തേർഡ് ഓണർ. ഓക്കെ, അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ? ടയറൊക്കെ നല്ല എല്ലാം സ്റ്റെപ്പിന് വരെ പുത്തൻ ടയർ അല്ലേ? ടയറൊക്കെ ഓക്കെ കേട്ടോ. അതുപോലെ വണ്ടിയിൽ മേജർ ആക്സിഡന്റോ തട്ടമുട്ടെന്തെങ്കിലും? ഒരു ആക്സിഡന്റും ഉണ്ടായിട്ടില്ല. കമ്പനി പെയിന്റ് ആണ് വണ്ടി. ഈ ടൈപ്പ് 2 ആക്കിയ ഭാഗങ്ങൾ മാത്രം ഞങ്ങൾ ബാക്കിയെല്ലാം ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ പെയിന്റിംഗ് വർക്കൊന്നും ഒന്നുമില്ല. 1 രൂപയുടെ പെയിന്റിംഗ് വർക്ക്. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല? ഒരു ഗ്ലാസും മാറിയിട്ടില്ല. പവറിന്റെ സെന്ററിലൊക്കെ AC എല്ലാം വർക്ക്. സർവീസും കഴിഞ്ഞ വണ്ടിയാ? ഞങ്ങൾ ഇവിടെ കൊണ്ട് ഞങ്ങളുടെ ഗാരേജിലിട്ട് എല്ലാം ചെക്ക് ചെയ്ത് ഓയിൽ ചേഞ്ച് കൂടെ ചെയ്ത് കൊടുക്കുന്ന വണ്ടി. ഇപ്പൊ എടുക്കുക, ഓടിക്കുക, ഡീസൽ അടിക്കുക, ഓടിക്കുക. ടയർ മാറാൻ നിൽക്കണ്ട. ടയർ സ്റ്റെപ്പിന് വരെ പുത്തൻ ടയറാണ്. അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. നൈസ് വണ്ടി കേട്ടോ, എല്ലാ സൈഡും പക്ക കേട്ടോ, ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല, എല്ലാം ഒറിജിനൽ ഗ്ലാസ് കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് വരെ വണ്ടിക്കകത്ത് ഒറിജിനലാണ് നിൽക്കുന്നത്. ഓ, ഇന്റീരിയർ അടിപൊളിയായിട്ടുണ്ട്. സീറ്റ് കവർ അല്ല ഇത് മുകളിൽ ചെയ്തേക്കുന്നതെല്ലാം ഒറിജിനൽ ബീജ് കളർ സീറ്റ് കവർ അടി കിടപ്പുണ്ട്. ഈ ഡോർ പാഡിന്റെ കളറാണ്. രണ്ടാമത് കവർ ഇട്ടേക്കുന്നതല്ലേ? അടിപൊളി. പിന്നെ കൂടിയ സിസ്റ്റം പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാഷൊക്കെ ഉള്ളത് കണ്ടോ, പക്ക കേട്ടോ, ഒന്നും പറയാനല്ല വണ്ടിക്ക്. അത് ഗ്ലാസ് മാറി വേണേ ഗ്ലാസ് മാറി കൊടുക്കാം അല്ലേ? ഓക്കെ, റൂഫൊക്കെ ഉള്ളത് കണ്ടോ, നീറ്റാ. വണ്ടിയിൽ വേറൊരു വിഷയമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാൻ വണ്ടി. അടിപൊളി. കിലോമീറ്റർ 1.52 കേട്ടോ. അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടിയല്ലേ. അടിപൊളി. AC നല്ല കൂളിങ് കേട്ടോ, നല്ല കൂളിങ് ഉണ്ട്. സ്റ്റീറിംഗ് കൺട്രോളൊക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. AC നല്ല കൂളിങ് ഉണ്ട്, എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതൊക്കെയുള്ള അകത്തെ കാഴ്ചകൾ. ഗീർണമൊക്കെ ആണെങ്കിലും നീറ്റാ. പിന്നെ ഡാഷയുടെ ലൈറ്റ് മൊത്തം ഓഫായിട്ടുണ്ട്, വൺ ലൈറ്റിൻ്റെ ഓഫായിട്ടുണ്ട്. ഈ സൈഡ് മിററുണ്ടോ, ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സാറിന് പല വണ്ടികളിലും അതങ്ങനെ വർക്ക് ചെയ്യാത്തതുണ്ടോ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഫോർച്യൂണർ അങ്ങനെ രൂപയുണ്ട്, എല്ലാം വർക്ക് ചെയ്യും. പക്ഷെ പജീറോയിൽ ഈ കണ്ടീഷനിൽ നമുക്ക് കിട്ടാൻ കുറച്ച് കുഴപ്പമാണ്.
അതാണ് ഫോർച്യൂണറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സെക്കൻഡ് റോയിലേക്ക് വന്നാലും നീറ്റാണ്, റൂഫ് ഓക്കെയാണ്, ബാക്ക് റോ ഓക്കെയാണ്. ഇനി എഞ്ചിൻ റൂമിലേക്ക് വരാം. ഷാജേട്ടാ, എഞ്ചിൻ റൂം കമ്പനി പെയിന്റ് കിടക്കും എഞ്ചിൻ റൂം. അല്ലേ? ഇതുണ്ടോ, വേറെ ഇടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ കേട്ടോ. മെയിൻ ഹൈലൈറ്റ് ആണെന്നറിയോ, ഒരു വണ്ടിക്കും ഓയിൽ ലീക്കില്ല. ഞാൻ പണ്ട് പോലെ പറഞ്ഞ കേസാണ് അത്. ഒരു വണ്ടിക്കും ഒരു തുള്ളി ഓയിൽ ലീക്ക് കാണിക്കാൻ പറ്റില്ല. അതൊരു പജറ ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, ഈ പഴയ ജീപ്പ് ആയിക്കോട്ടെ, ഏതുകൊണ്ട് നോക്കിയാലും ഓയിൽ ലീക്ക് കാണാൻ പറ്റില്ലായിരുന്നു. കണ്ടോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ ഷാജേട്ടാ? ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ഒന്നും എല്ലാം നല്ല ഗ്യാരണ്ടിയുള്ള ബാറ്ററിയാണ്. അടിപൊളി. ഒന്ന് റേസ് ചെയ്യാം ചെറുതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെയോ ഷാജർ? അപ്പോൾ ഈ ഫോർച്യൂണർ എന്നാ അവർക്ക് കൊടുക്കാൻ പറ്റും? 2011 ലാസ്റ്റ് വണ്ടിയാണ്, നമുക്ക് 9 രൂപയ്ക്ക് കൊടുക്കാം. 9 രൂപയ്ക്ക് രണ്ടും 9 കേട്ടോ. 9 രൂപയ്ക്ക് വേണമെങ്കിൽ പജറോ ഉണ്ടാവും, 9 രൂപയ്ക്ക് വേണമെങ്കിൽ ഫോർച്യൂണറും ഉണ്ടാവും. രണ്ട് വണ്ടിയുടെ വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് വാടകയൊന്നും കൊടുക്കണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നതാണ്. ഈ വണ്ടി ലോൺ കയറുമോ? ഇതിനൊക്കെ 5 രൂപ 6 രൂപ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വണ്ടിക്ക്. 5 രൂപ കിട്ടുമല്ലേ? 5 രൂപ 6 രൂപ വരെ കൊടുക്കും. 11 ലാസ്റ്റ് വണ്ടിയാണല്ലോ. ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, എല്ലാ വണ്ടിയും ലോൺ കയറുന്ന കസ്റ്റമറെ നോക്കിയും സിവിൽ സ്കോർ നോക്കിയിട്ടാണ്. അതുപോലെ വേറെ കാര്യമുണ്ട്, ഈ 2 വണ്ടിക്കും പുതിയ പേപ്പർ കേട്ടോ. 5 കൊടുത്ത പേപ്പറുണ്ട്, എല്ലാ പേപ്പറും കറണ്ട് ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ടല്ലേ? 5 കൊടുത്ത പേപ്പറുണ്ട്, പുതിയ പൊല്യൂഷൻ പേപ്പറെല്ലാം പക്കയല്ലേ? എടുത്തൊന്നും ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട, എടുക്കുക അങ്ങ് ഓടിക്കുക അല്ലേ? സർവീസ് അടുത്ത് ചെയ്യുക. 10 കിലോമീറ്റർ അടുത്ത 10,000 ആകുമ്പോൾ കൂടി വന്ന ഒരു 10 രൂപ താഴെ ആകത്ത് ഓയിൽ ചേഞ്ചിങ്, ഡീസൽ ഫിൽറ്റർ എല്ലാം കൂടെ ചേഞ്ച് അല്ലേ? പക്ഷേ അജറ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേരെ. ഇത് റാന്നിയിലാണ്, പത്തനംതിട്ട ജില്ല റാന്നി, പനവേൽ ലോട്ടോസ് റാന്നി. പനവേൽ ലോട്ടോസ് അല്ലേ? ഫോൺ നമ്പർ 9447024466 അല്ലേ? നമ്പർ താഴെയും കൊടുത്തേക്കാം. അപ്പോൾ വരിക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, കാരണം എല്ലാം നല്ല വണ്ടികളാണ്. ഓക്കെ ഓക്കെ ചേട്ടാ, കാണാം. താങ്ക് യു.